ഹായ് ഫ്രണ്ട്സ്, ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ആലു പാലക്കാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടറ്റോ ഒരെണ്ണം, പാലക്ക് ഒരു കെട്ട്, സബോള രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, കസൂരി മേത്തി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം തിളപ്പിക്കുവാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് പാലക്ക് ഇട്ട് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് ഇതിൻ്റെ അത് കിടന്നാൽ മതി. ഇത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തണുത്ത വെള്ളത്തിലേക്ക്, ഐസ് ഇട്ട വെള്ളത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഐസ് ഇട്ട വെള്ളത്തിലേക്ക് മാറ്റുന്നത് കളറ് മാറാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാലക്ക് എടുക്കാറായി. ഞാനിവിടെ ഐസ് ഇട്ട വെള്ളമാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ എടുത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ജീരകവും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടു. അതിലേക്ക് ക്യുമിൻ, ചെറിയ ജീരകം, അതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഈ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വാടണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സബോളയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഞാനൊരു പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊട്ടറ്റോ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോയും സബോളയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അത് പൊട്ടറ്റോയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇച്ചിരി കൂടെ വേകാനുണ്ട്. അപ്പം പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്പം മഞ്ഞപ്പൊടിയും കൂടി. പൊട്ടറ്റോ വേറെ വേവിച്ചിട്ട് ഇങ്ങാത്തിട്ട് കൊടുത്താലും മതി. നമ്മുടെ പൊട്ടറ്റോ ഞാൻ മൂടി വെച്ചു, വേവിച്ചു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലക്ക് പൊട്ടറ്റോയും നന്നായിട്ട് ആയിട്ടുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. അങ്ങനെ നമ്മുടെ ആലു പാലക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം.
അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.